തുടക്കത്തിൽ തന്നെ ഞാൻ പറയാം, ഇതൊരു വലിയ ലോങ് വീഡിയോ ഒന്നുമില്ല. ഞാൻ കുറച്ച് ഷോർട്സ് ഇട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാക്കിയുള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കസിൻ ഞാൻ പറഞ്ഞില്ലേ ഫുൾ A+ കിട്ടിയിട്ട് ഞങ്ങൾ ജസ്റ്റ് തറവാട്ടിൽ എന്തെങ്കിലും വിശേഷപ്പെട്ട ദിവസങ്ങൾ വരികയാണെങ്കിൽ നമ്മൾ കലശം വെക്കും. പിന്നെ മന്തിൽ ഒരു കലശം ഉണ്ടാവും അങ്ങനെ. അപ്പോൾ ദാ കണ്ണൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടു, ഞാൻ മേടിച്ചു കൊടുത്ത ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ദാ നമ്മൾ കലശം വെക്കാം കേട്ടോ. കലശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയായിരിക്കും. എൻ്റെ വീട്ടിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. നമ്മുടെ മുത്തപ്പന്മാർക്കും മുത്തിമാർക്കും ഒക്കെ അവർക്ക് അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഉണ്ടാക്കി അവിടെ വെക്കും. അങ്ങനെയാണ് കേട്ടോ നമ്മൾ കലശം വെക്കുക. പിന്നെ നമ്മൾ ചെറിയൊരു പൂജയും കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ വർഷത്തിലൊരിക്കൽ പ്രതിഷ്ഠാ ദിനം ഉണ്ടാവും. അന്ന് നമ്മൾ വേറെ ശാന്തിമാരെ വിളിച്ചിട്ട് നല്ല ഗ്രാൻഡായിട്ട് പരിപാടി നടത്തും. ഞങ്ങളുടെ കസിൻസിന് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ദിവസം അതാണ് കേട്ടോ. എല്ലാവരും കൂടുന്ന ദിവസമാണ്. നമ്മൾ എന്നൊക്കെ കലശം വെച്ചാലും ആ ഒരു ടൈമിൽ തന്നെ വാങ്ങി വിളിക്കും. നമ്മുടെ ഇവിടുത്തെ പള്ളി അടുത്താണ് കേട്ടോ, മുസ്ലിം പള്ളി അടുത്താണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥന എത്തിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വാങ്ങും വിളിച്ചു. അതൊരു നല്ല ഐശ്വര്യമാണെന്നാണ് എല്ലാവരും പറയുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വർത്താനം പറഞ്ഞിരിക്കട്ടോ. അപ്പോൾ ചെറിയ മഴക്കാരൊക്കെ ഉണ്ട്. അപ്പം കലശം വെച്ചേക്കണ കാരണം തന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നനയും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നിൽക്കുകയാണ്. ഇവരാണ് കേട്ടോ നാത്തുമാരും ചേട്ടത്തിമാരൊക്കെ. അപ്പോൾ അവർ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല കമ്പനിയാണ്. ഞാനും എൻ്റെ കണ്ണനും, എൻ്റെ ഫേവറേറ്റ് കസിനാണ് കണ്ണൻ. ഞങ്ങൾ ഒരുമിച്ച് കഴിഞ്ഞാൽ വേറെ ലെവലാണ്. ഞങ്ങൾ ചെറുപ്പത്തിലെ കാര്യം അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ചുഞ്ചുരൂനാണെങ്കിൽ ഉണ്ണിക്കുട്ടനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ആരും വേണ്ട, അവർ ഫുൾ കളി. അതിനിടയിൽ കറണ്ട് പോയായിരുന്നു. കറണ്ട് പോയപ്പം എൻ്റെ അടുത്ത് പറയുകയാണ്, ഈ കറണ്ട് പോയ സമയത്ത് നീ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണോ എന്ന്. അപ്പം തന്നെ കറണ്ട് വന്നിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ മഴ നന്നായി പെയ്യാൻ തുടങ്ങിയപ്പം എൻ്റെ അമ്മയും വലിയച്ചന്മാരൊക്കെ അവിടെ നിന്ന് കലശം എടുക്കുന്നുണ്ട്. നമ്മളത് കലശം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഒരു കൈയിട്ട് വരലുണ്ട്. അതായത് മലരും അവലും പിന്നെ നമ്മുടെ എന്താ പറയുക മറ്റേ കൽക്കണ്ടവും മുന്തിരിയും ഇട്ടിട്ട് ഒരു ഇതുണ്ട്. അത് കൈയിട്ട് വരാനാണ് ഞാനും കണ്ടേ നിൽക്കുന്നത്. ഞങ്ങളതിന് അടിയായിരിക്കും കേട്ടോ കസിൻസ്. ഇപ്പോൾ ഞങ്ങൾ കുറേ കസിൻസ് ഒന്നുമില്ല, ചേട്ടന്മാർ കുറേ പേര് പുറത്താണ്. പിന്നെ ജോലിക്ക് പോയിക്കുന്നു. എൻ്റെ ചേട്ടനൊന്നും ഉണ്ടായിരുന്നില്ല, ജോലിക്ക് പോയിക്കായിരുന്നു. കുറേ പേരൊന്നും ഇല്ല, ഇത്രയും പേരൊന്നുമല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചന്മാരും അവരും മക്കളും അവരുടെ മക്കളൊക്കെ ആയിട്ട് കുറേ പേരുണ്ട്. അപ്പം ഇന്ന് അധികം പേരൊന്നും ഇല്ല, കുറച്ച് പേര് വന്നിട്ടുള്ളൂ. പിന്നെ മഴ ആയാലും കുറച്ച് പേർക്ക് എത്താനും പറ്റില്ല കേട്ടോ. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചേട്ടന്മാരെ തന്നെയാണ്. കാരണം അവരുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു അടി കാണായിരുന്നു, അത് കൽക്കണ്ടവും മുന്തിരിയൊക്കെ വാരാനായിട്ട്. അപ്പോൾ അതെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ചെറിയ രീതിയിൽ മഴ വന്ന കാരണം കേട്ടോ പെട്ടെന്ന് എടുത്ത്, അല്ലെങ്കിൽ കുറച്ചൊരു അരമണിക്കൂറൊക്കെ വെക്കും. നമ്മൾ ഇന്ന് ഈ പ്രാവശ്യം അരമണിക്കൂറൊന്നും വെച്ചില്ല. കണ്ടോ ഞാനെടുത്ത് തിന്നുന്നത് കണ്ടോ. ഞാനാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും കൊതിച്ചി എന്ന് പറയാം. കാരണം എനിക്ക് കൽക്കണ്ടവും മുന്തിരിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പ്രത്യേകിച്ച് ഈ കലശം വെക്കണത്. പിന്നെ നമ്മൾ വെച്ച ഫുഡൊക്കെ എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. അതായത് വലിച്ചന്മാരും അമ്മമാരെല്ലാവരും കഴിക്കുകയാണ്. പപ്പടം, പുട്ട്, അട, പിന്നെ പൊടി. നമ്മളിങ്ങനെ മറ്റേ അരി പൊടിച്ചുണ്ടാക്കില്ല, ആ പൊടി ഒരു ഇതായിട്ട് വെക്കും കേട്ടോ നമ്മൾ. അപ്പോൾ വലിച്ചം പുട്ട് കഴിക്കുകയാണ്. ഞാനും വലിച്ചനും വർത്താനം പറയാം കേട്ടോ. ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ രസം. കോഴി കൂവിയതൊന്നല്ല കേട്ടോ, അത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോ ചിരിച്ചതാണ്, ഞാനല്ല എന്തായാലും. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ ഇരുന്നു. ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചിക്കൻ ബിരിയാണി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നമ്മുടെ മജ്ലീസിൽ നിന്ന് മേടിച്ചതാണ്. നമ്മൾ ഇവിടെ എന്ത് ഫംഗ്ഷൻ ഉണ്ടായാലും നമ്മൾ ആദ്യം മജ്ലീസിലോട്ടാണ് ഓർഡർ കൊടുക്കുക, കാരണം മജ്ലീസിലെ ഫുഡ് അടിപൊളിയാണ്. പിന്നെ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നുണ്ട് തടി കൂടുന്നുണ്ട് കുറച്ച് ഫുഡ് കഴിച്ചാൽ മതി. സത്യം പറഞ്ഞാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടുള്ള തടിയല്ല ഗൈസ് ഇത്. ഞാൻ അധികം ഫുഡ് കഴിക്കുന്നില്ല, പക്ഷേ എൻ്റെ തടി വെറുതെ കൂടുന്നുണ്ട്. പിന്നെ ഞാനും ചുഞ്ചുരു ബേബി എന്താ കഴിക്കായിരുന്നു കേട്ടോ. ചുഞ്ചുരുവിനാണെങ്കിൽ കഷ്ണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചുഞ്ചുരു ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ പട്ടിക്കുഞ്ഞായിരുന്നു എന്ന് പറയുമ്പോൾ ചുഞ്ചുരയും പട്ടിക്കുഞ്ഞാണെന്ന് പറയും. അപ്പോൾ ചുഞ്ചുരു ബേബിക്ക് ഞാൻ വാരി കൊടുക്കണം, അല്ലെങ്കിൽ അവൻ്റെ വയറ്റിലോട്ട് ഒന്നും എത്തില്ല. അപ്പോൾ കണ്ണനും ഞാനും ഇപ്പുറത്ത് കൊണ്ടിരിക്കുകയാണ്, വെളിച്ചന്മാരൊക്കെ അപ്പുറത്ത്. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് അടി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്താനം പറഞ്ഞു. പിന്നെ മാമൻ പുറത്താണ്, അപ്പോൾ ആൻറ്റി മാമനെ വിളിക്കായിരുന്നു. പിന്നെ നല്ല ഇടുക്കുടുക്കവും മഴയൊക്കെ വരുന്നുണ്ട്. അപ്പം കണ്ണനൊക്കെ തിരിച്ചു നിന്ന് പോട്ടോ. കണ്ണൻ്റെ ഒക്കെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. എൻ്റെ ആദ്യത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം. വെളിച്ചൻ്റെ വീട്, രണ്ട് വെളിച്ചന്മാരുടെ വീട് ഇരിഞ്ഞാലക്കുടയാണ്. പിന്നെ ഒരു വെളിച്ചൻ്റെ വീട് കൊരട്ടി. വെളിച്ചം വരാൻ പറ്റിയില്ല. പിറ്റേ ദിവസം എല്ലാവർക്കും ജോലിയുള്ള കാരണം എല്ലാവരും ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങിട്ടോ. അപ്പം ഞങ്ങളും വീട്ടിൽ പോയി. അപ്പോൾ ഈ വീഡിയോ എത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.